പ്രസ്ഥാനം വിദ്യാർത്ഥി രംഗത്താണെങ്കിലും യുവജന രംഗത്താണെങ്കിലും ഉണ്ട്. കുട്ടനാട്ടിൽ തലയൊക്കെ അറുത്ത് വെച്ച സഖാവിൻ്റെ തലയൊക്കെ അറുത്ത് വെച്ച സംഭവങ്ങളുണ്ട്. അപ്പം ഒരുപാട് തീക്കനലുകൾ ചവിട്ടിയിട്ടാണ് ഈ പ്രസ്ഥാനം ഇന്നത്തെ നിലയിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ സംഘടനയുടെ പാർട്ടിയുടെ ഒരു വലിയ ചുമതല അനർഹമെന്ന് ഞാൻ കരുതുന്ന ചുമതലകളിൽ ഇപ്പോൾ ഈ ജനറൽ സെക്രട്ടറി പദത്തിൽ വന്നിരിക്കുകയാണ്. സുധാകരൻ സാറിനെ പോലുള്ളവർ, പിന്നെ കുറച്ചു നേരം ഞാൻ പ്രവർത്തിച്ച പുന്നപ്രവയലാറിൻ്റെ പാരമ്പര്യമുള്ള ആലപ്പുഴ ജില്ലയിലെ സഖാക്കൾ, അതുപോലെ രാജ്യത്തിൻ്റെ നാനാഭാഗത്തുമുള്ള സഖാക്കൾ, അവരിലെല്ലാമുള്ള കരുത്തും ശക്തിയും നമുക്ക് ഒരുമിച്ച് ചേർത്ത് പ്രവർത്തിക്കാനും പോരാടാനും കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇന്നുള്ള സ്വാധീനം പല മടങ്ങ് വർദ്ധിക്കേണ്ടതുണ്ട്. അതിന് കൂട്ടായിട്ടുള്ള പരിശ്രമത്തിലൂടെ നമുക്ക് കഴിയും. അതിനെ ഈ ഇപ്പം പ്രായത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ചില ചുമതലകളിൽ നിന്നും സഖാക്കൾ ഇപ്പോൾ ഒഴിയുന്നുണ്ട്. ഇപ്പം സഖാ പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, മണിക് സർക്കാർ ത്രിപുരയിൽ മുഖ്യമന്ത്രിയായിരുന്നു. അങ്ങനെ കുറേ സഖാക്കൾ, സൂര്യകാന്ത മിശ്ര, സുഭാഷിണി അലി, ഇവരെല്ലാം ഇത്തവണ പോളിറ്റ് ബ്യൂറോയിൽ ഒഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർ തുടർന്നും ഔപചാരികമായ ചുമതലകളില്ലാതെ തന്നെ പാർട്ടിയുടെ പ്രവർത്തനത്തിൽ സജീവമായിട്ട് പങ്കെടുക്കുകയാണ്. സുധാകരൻ സാറ് ആലപ്പുഴയിലെ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും യോഗങ്ങളിലും പ്രവർത്തനങ്ങളിലും പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ ചില സംഘടനാ രംഗത്ത് പുതിയ ചില മാതൃകകൾ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഗുണവും അതിൻ്റെ പോരായ്മകളും ഒക്കെ പരിശോധിച്ചുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഉചിതമായ തീരുമാനം സംഘടനാ രംഗത്ത് കൈക്കൊള്ളാൻ പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആലപ്പുഴയിൽ വലിയ ചുടുകാട്ടിലും വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ പോവുക എന്ന ഇതുപോലെ തന്നെയാണ് പാർട്ടിയുടെ വളർച്ചയുടെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ സംഭാവനകൾ നൽകിയ മാതൃകകളായിട്ടുള്ള സഖാക്കളെ കൂടി കാണുക എന്നുള്ളത്. അപ്പം സുധാകരൻ സാറിൻ്റെ സഹോദരൻ്റെ മകനാണ്, ജ്യേഷ്ഠൻ്റെ മകൻ മരിച്ച ഒരു ദുഃഖ അവസ്ഥയിലാണ് സുധാകരൻ സാറിരിക്കുന്നത്. എന്നിട്ട് പോലും ഇവിടെ വരാനും ഞങ്ങൾക്ക് കാണാനുമുള്ള സാഹചര്യം ഒരുക്കിയത് സുധാകരൻ സാറിൻ്റെ പാർട്ടി കൂറാണ് എന്നുള്ള കാര്യം. യഥാർത്ഥത്തിൽ ഒരു ദുഃഖം ആചരിക്കുന്ന സമയത്ത് ഇതുപോലെ എല്ലാവരുമായിട്ടിരിക്കുന്നത് ഉചിതമല്ല. പക്ഷെ അതുപോലും പാർട്ടിക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടാണ് ഇത്തരത്തിൽ ഞാൻ വന്നപ്പോൾ ഇവിടെ വന്ന് കാണാനുള്ള അവസരം തന്നത്. സാറിൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ്റെ അകാലത്തിലുള്ള വേർപാടാണ്. 44 വയസ്സ് തൊട്ടുള്ളപ്പോഴാണ്. അത് വളരെ ദുഃഖകരമാണ്. അതിൽ അനുശോചനം അറിയിക്കാൻ കൂടി അവസരം ഞാൻ ഉപയോഗിക്കുന്നു. വന്ന മാധ്യമ പ്രവർത്തകരോട് നന്ദി.